ഈ 30 മണിക്കൂറിലധികമായി തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ആദ്യം മരിച്ച 3 പേരുടെ ഒഴിച്ച് ഇന്നത്തെ തിരച്ചിൽ ആരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ആളുകളെ ജീവനോടെ തന്നെ കണ്ടെത്തണം എന്നുള്ളതാണ് എല്ലാവരും ആവശ്യിക്കുന്നത്. പക്ഷെ അത് എത്രത്തോളം സാധ്യമാകും എന്ന കാര്യം അറിയില്ല. എന്തായാലും ആളുകളെ കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഞാൻ നിൽക്കുന്നത് ഇന്നലെ ഈ മണ്ണ് മൂടിക്കിടന്നിരുന്ന ഈ പാലത്തിനും മുകളിലായിരുന്നു മണ്ണ് ഉണ്ടായിരുന്നത്. ആ സ്ഥലത്താണ് ഉള്ളത്. ഇന്നലെ രാത്രി 3 JCBകൾ നിന്ന് അധ്വാനിച്ചതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ഈ റോട്ടിലൂടെ ഈ ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുള്ളത്. അപ്പോഴും ഈ 2 ഭാഗത്തുമായി നിരവധി ഈ ടൺ മണ്ണ് കൂടിക്കിടക്കുകയാണ്. അത് വളരെ സാവധാനം, കാരണം നനഞ്ഞ മണ്ണായതുകൊണ്ട് തന്നെ ഒന്നിച്ച് അവിടെ ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് പരിമിതിയുണ്ട്. ആ മണ്ണ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഈ 4 സംഘങ്ങളായി മണ്ണ് മാറ്റി 4 സംഘങ്ങളായി ഈ തിരിഞ്ഞുള്ള പുഴയിലൂടെയുള്ള തിരച്ചിൽ നടക്കുന്നുണ്ട്. പക്ഷേ എന്നിട്ടും ഇത് കണ്ടെത്താൻ കഴിഞ്ഞില്ല, ആരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. നമുക്ക് ഈ ദൃശ്യങ്ങൾ, പുഴയുടെ ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഈ ഒരു ഭാഗത്തുകൂടി കലങ്ങിയ വെള്ളവും ഒരു ഭാഗത്ത് നല്ല ശുദ്ധജലവും വരുന്നുണ്ട്. അത് ഈ മണ്ണ് കുത്തിയൊലിച്ച് വരുന്നതാണ് ഇത്. അതോടൊപ്പം തന്നെ ഒരു ബസ് നമുക്ക് ഈ പുഴയ്ക്ക് അടിയിൽ കാണാം. ഈ പാലത്തിന് സമീപത്തായി നിർത്തിയിട്ടിരുന്ന ബസ്സാണ്. ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുള്ള തൊഴിലാളികളെ കൊണ്ടുവരുന്ന ബസ്സായിരുന്നു അത്. പക്ഷേ ഈ ശക്തമായ മണ്ണിന്റെ കുത്തൊഴുക്കിൽ ഒലിച്ചുപോയി. അപ്പുറത്ത് ഈ ക്രെയിനും അതോടൊപ്പം തന്നെ ഈ നിർമ്മാണ കമ്പനിയുടെ വിവിധ സാമഗ്രികളും നമുക്ക് കാണാം. അതെല്ലാം തന്നെ ഈ കുത്തി ഒലിച്ച് പോയതാണ്. അവിടെ ഈ മുകൾ ഭാഗത്ത് വലിയ രീതിയിൽ ഉള്ള ഈ കോൺക്രീറ്റ് മിക്സിങ്ങിനും മറ്റും കാണുന്ന ഈ വലിയ ഉപകരണങ്ങളുണ്ട്. ആ ഉപകരണങ്ങൾ ആണ് ഈ പുഴയിൽ, ജയ്സൽ ക്യാമറ ഇങ്ങോട്ട് തിരിക്കുകയാണെങ്കിൽ ഈ പുഴയിൽ അതേ ഈ രൂപത്തിലുള്ള വലിയ ചിമ്മിണിയുടെ ആകൃതിയിലുള്ള വലിയ ഉപകരണങ്ങൾ ഈ കുത്തി ഒലിച്ച് വന്ന് കിടക്കുകയാണ്. അത് അത്രയും ശക്തമായ രീതിയിലുള്ള മണ്ണിന്റെ കുത്തൊഴുക്കാണ് ഉണ്ടായത്. അത് കൊണ്ട് തന്നെ ഇതിന്റെ തിരച്ചിലിന് ഇനിയും സമയമെടുക്കും. 5 പേരെയാണ് ഇനിയും കണ്ടെത്താനുള്ളത്. ഈ 5 പേർ ആരാണ് എന്നെല്ലാം തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇന്ന് രാത്രിയും തുടരും. നാളെ കൂടുതൽ സംവിധാനങ്ങളോടുകൂടിയുള്ള തിരച്ചിലായിരിക്കും ഉണ്ടാവുക. ദിവ്യ, ഇനിയും 5 പേരെ കണ്ടെത്താനുണ്ട്. അവർക്കായുള്ള തെരച്ചിൽ തുടരുകയാണ്. രാത്രി വൈകിയും അതുപോലെ തന്നെ നാളെയും കൂടുതൽ സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടുള്ള തെരച്ചിലേക്ക് കടക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. സാജിദ് അജ്മലും ഷിദ ജഗത്തുമാണ് വിവരങ്ങൾ നൽകിയത്.